നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയെ ബാധിക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം സ്വകാര്യ ബസ് ഉടമകൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, സർക്കാരുമായി നടന്ന നിർണായക ചർച്ച, ബസ് ഉടമകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, ഇനി എന്ത് സംഭവിക്കാം, അതുപോലെ പ്രൈവറ്റ് ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുമോ എന്നതടക്കമുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ വിശദമായി പങ്കുവെക്കുകയാണ്. അതിനാൽ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കേരളത്തിലെ പൊതുഗതാഗത മേഖലയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വലിയ ചർച്ചയായി മാറിയ വിഷയമാണ് സ്വകാര്യ ബസ് സർവീസുകളിലെ സാമ്പത്തിക പ്രതിസന്ധി. സ്ത്രീകൾക്കായി സർക്കാർ ആരംഭിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സാമൂഹികമായി വലിയ സ്വീകാര്യത നേടിയെങ്കിലും അതിന്റെ ആഘാതം സ്വകാര്യ ബസ് മേഖലയിലും പ്രകടമായതായി ബസ് ഉടമകൾ പറയുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികൾ ഗതാഗത മന്ത്രി CP ജോണുമായി നിർണായക ചർച്ച നടത്തിയത്. തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലായിരുന്നു യോഗം നടന്നത്. ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും ബസ് ഉടമകളുടെ സംഘടനാ നേതാക്കളും പങ്കെടുത്ത ഈ യോഗത്തിൽ നിരവധി ആവശ്യങ്ങൾ ബസ് ഉടമകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ബസ് ഉടമകളുടെ പ്രധാന ആരോപണം വളരെ വ്യക്തമാണ്. പ്രിയദർശിനി പദ്ധതി നിലവിൽ KSRTC ബസ്സുകളിലേക്കാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ സ്ത്രീ യാത്രക്കാരിൽ വലിയൊരു വിഭാഗം KSRTCയിലേക്ക് മാറിയെന്നും ഇതുമൂലം സ്വകാര്യ ബസ്സുകളുടെ പ്രതിദിന വരുമാനം ഗണ്യമായി കുറഞ്ഞുവെന്നുമാണ് അവരുടെ വാദം. ചില റൂട്ടുകളിൽ മുൻപ് ഓരോ ട്രിപ്പിലും നിറഞ്ഞിരുന്ന ബസ്സുകൾ ഇപ്പോൾ പകുതി പോലും യാത്രക്കാരില്ലാതെ ഓടേണ്ടി വരുന്നതായാണ് അവർ പറയുന്നത്. ഇന്ധന ചെലവ്, ജീവനക്കാരുടെ ശമ്പളം, വാഹന പരിപാലനം, ഇൻഷുറൻസ്, നികുതി തുടങ്ങിയ സ്ഥിരം ചെലവുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വരുമാനം കുറഞ്ഞത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണെന്നാണ് അവരുടെ വിലയിരുത്തൽ. യോഗത്തിൽ ബസ് ഉടമകൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാന ആവശ്യം എന്തായിരുന്നു നോക്കാം. അത് സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണം എന്നതാണ്. എന്നാൽ യാത്ര സൗജന്യമാക്കിയാൽ അതിന്റെ ടിക്കറ്റ് തുക സർക്കാർ സ്വകാര്യ ബസ് ഉടമകൾക്ക് തിരികെ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതായത് KSRTC ബസ്സുകളിൽ നടപ്പിലാക്കിയ ഇന്ദിരാഗാന്ധി സൗജന്യ യാത്രാ പദ്ധതി അതിന്റെ മാതൃക സ്വകാര്യ മേഖലയിലും നടപ്പാക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഇത് നടപ്പിലാക്കിയാൽ സ്ത്രീകൾക്ക് ഏത് ബസ്സിലും ഒരേ രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നും സ്വകാര്യ ബസ്സുകൾക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനാവുമെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഇതിനൊപ്പം മറ്റ് നിരവധി ആവശ്യങ്ങളും യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. ആദ്യത്തേത് ഡീസൽ സബ്സിഡിയാണ്. ഡീസൽ വില ഉയർന്നതിനാൽ സർവീസ് നടത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുകയാണെന്നും അതിനാൽ സ്വകാര്യ ബസ്സുകൾക്കും സർക്കാർ ഡീസൽ സബ്സിഡി അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. രണ്ടാമത്തെ പ്രധാന ആവശ്യം വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കുമായി ബന്ധപ്പെട്ടാണ്. നിലവിലെ കൺസെഷൻ നിരക്ക് വളരെ കുറവാണെന്നും വർഷങ്ങളായി അത് പുതുക്കിയിട്ടില്ല എന്നും ബസ് ഉടമകൾ ചൂണ്ടിക്കാണിച്ചു. വിദ്യാർത്ഥികൾക്ക് നൽകുന്ന യാത്രാ ഇളവ് തുടരുമെങ്കിലും അതിന്റെ നഷ്ടപരിഹാരം സർക്കാർ നൽകുകയോ നിലവിലെ നിരക്ക് വർദ്ധിപ്പിക്കുകയോ വേണമെന്ന് അവരുടെ ആവശ്യം പറഞ്ഞു. ഇത് കൂടാതെ നികുതി ഇളവ്, പെർമിറ്റ് സംബന്ധമായ നടപടികൾ ലളിതമാക്കൽ, സർവീസ് നടത്തുന്നതിനുള്ള മറ്റ് സഹായങ്ങൾ എന്നിവയും സംഘടന ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. യോഗത്തിൽ ഉടൻ അന്തിമ തീരുമാനം ഉണ്ടായില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. സർക്കാർ ആവശ്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും തുടർ ചർച്ചകൾ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ വ്യക്തമായ തീരുമാനം വൈകുകയാണെങ്കിൽ മുന്നറിയിപ്പ് സമരത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം സൂചനാ പണിമുടക്ക് നടത്തുകയും പിന്നീട് ആവശ്യമെങ്കിൽ സംസ്ഥാനതല സമര പരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് സംഘടനകളുടെ നിലപാട്. ഇതിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം ചില സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തലാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. യാത്രക്കാരുടെ കുറവും വരുമാന ഇടിവും കാരണം ചില റൂട്ടുകളിൽ സർവീസ് തുടരുന്നത് പ്രായോഗികമല്ലെന്ന് ബസ് ഉടമകൾ പറയുന്നുണ്ട്. ഇത് ഗ്രാമപ്രദേശങ്ങളിലെ യാത്രക്കാരെ കൂടുതൽ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും സ്വകാര്യ ബസ്സുകളാണ് പ്രധാന ഗതാഗത മാർഗം. സർവീസ് കുറയുകയോ നിർത്തുകയോ ചെയ്താൽ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും സാധാരണ യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ മുൻപ് നടത്തിയ ഒരു പ്രസ്താവനയും
വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. സ്വകാര്യ ബസ്സുകൾ നിലവിലെ സാഹചര്യത്തിൽ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ അഭിപ്രായം. സർക്കാർ പദ്ധതികളെ മാത്രം കുറ്റപ്പെടുത്താതെ ബിസിനസ് മാതൃകയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഈ നിലപാടിനെ ബസ് ഉടമകൾ ശക്തമായി എതിർക്കുകയാണ്. പൊതുഗതാഗതം ഒരു സാധാരണ ബിസിനസ് മാത്രമല്ലെന്നും സാമൂഹിക സേവനത്തിന്റെ ഭാഗമാണെന്നും സർക്കാർ പുതിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വകാര്യ മേഖലയെയും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും അവർ പറയുന്നു. ഇതിനിടെ മറ്റൊരു വിവാദവും സ്വകാര്യ ബസ് മേഖലയെ ചുറ്റിപ്പറ്റി ഉയർന്നു. വയനാട്ടിൽ ചില സ്വകാര്യ ബസ്സുകൾ വിദ്യാർത്ഥികളിൽ നിന്ന് അധിക കൺസെഷൻ ചാർജ് ഈടാക്കിയെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെ SFI പ്രവർത്തകർ കൽപ്പറ്റ RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിദ്യാർത്ഥികളിൽ നിന്ന് അനധികൃത അധിക തുക ഈടാക്കുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഈ സംഭവവും സ്വകാര്യ ബസ് മേഖലയെ വീണ്ടും വാർത്തകളിൽ നിറച്ചു. ഇപ്പോൾ വരുന്ന പ്രധാന ചോദ്യം ഇതാണ്: സർക്കാർ സ്വകാര്യ ബസ്സുകൾക്കും സാമ്പത്തിക സഹായം നൽകുമോ? സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കുമോ? ഡീസൽ സബ്സിഡിയോ മറ്റ് സാമ്പത്തിക പാക്കേജുകളോ പ്രഖ്യാപിക്കുമോ? അതോ നിലവിലെ സംവിധാനം തുടരുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി സർക്കാർ സ്വീകരിക്കുന്ന തുടർ തീരുമാനങ്ങളിലൂടെയായിരിക്കും ലഭിക്കുക. ഒരു ഭാഗത്ത് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി സാമൂഹ്യ ക്ഷേമത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതിയാണ്. മറുവശത്ത് സ്വകാര്യ ബസ് മേഖലയെ സാമ്പത്തികമായി തകരുകയാണെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തെയാകെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യാത്രക്കാരുടെ താല്പര്യവും സ്വകാര്യ ബസ് മേഖലയുടെയും നിലനിൽപ്പും ഒരേപോലെ പരിഗണിക്കുന്ന സമതുലിതമായ തീരുമാനം സർക്കാർ സ്വീകരിക്കണമെന്നാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള അഭിപ്രായം. നിലവിൽ സർക്കാർ സ്വകാര്യ ബസ് ഉടമകൾ തമ്മിലുള്ള ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കാനും പുതിയ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ഏതെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനമോ പുതിയ തീരുമാനമോ വന്നാൽ അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കണോ? അതോ സ്വകാര്യ ബസ് ഉടമകൾക്ക് മറ്റൊരു രീതിയിൽ സാമ്പത്തിക സഹായം നൽകണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പുതിയ വാർത്തകളും സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിശ്വസനീയമായ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.